LDF രൂപീകരണ കാലം മുതൽ തന്നെ CPIയിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് CPMന്റെ വലിയേട്ടൻ മനോഭാവത്തിന് കീഴടങ്ങി നിൽക്കരുത് എന്നുള്ളത്. പലപ്പോഴും പല നേതാക്കന്മാരും പാർട്ടിയെ നയിച്ച ആളുകൾ CPIയുടെ നിലപാടിനെ CPMന്റെ നിലപാടിനോട് ഒപ്പിച്ചു കൊണ്ടുപോകാൻ അങ്ങനെ ഒരു ഐക്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ പാർട്ടിക്കകത്ത് പാർട്ടി വളരണമെങ്കിൽ എപ്പോഴും CPI സ്വന്തം വ്യക്തിത്വം നിലനിർത്തണമെന്നുള്ള നിലപാടായിരുന്നു പാർട്ടിയുടെ പല ആളുകൾക്കും ഉണ്ടായിരുന്നു. അത് വിളിയം ഭാർഗവന്റെ കാലത്തൊക്കെ വളരെ വ്യക്തമായിട്ടും ആവർത്തിച്ച് പലപ്പോഴും പരസ്യമായി പറഞ്ഞ കാര്യമാണ്. CPMന്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അവ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തുറന്നടിക്കുക എന്നുള്ളത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന വിളിയം ഭാർഗവന്റെ ഒക്കെ നിലപാടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ സമ്മേളന കാലത്ത്, അത് താഴെത്തട്ടിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള വിമർശനമാണ്. ഇപ്പൊ സംസ്ഥാന സമ്മേളനത്തിൽ ഇതേപോലെ കർക്കശമായിട്ടുള്ള രീതിയിലുള്ള നിലപാടുകൾ പല ആളുകളും എടുക്കുന്നുണ്ട്. പാർട്ടിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പല ചെയ്തികളോടും പല നിലപാടുകളോടും പാർട്ടിയിലെ പ്രവർത്തകർക്ക് വളരെ അധികം വിരോധമുണ്ട്. കാരണം ആ രീതിയിലല്ല പോവേണ്ടത്. CPIയുടെ വ്യക്തിത്വം നിലനിർത്തണം എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതല്ലെങ്കിൽ പാർട്ടി ഒരു കാലത്തും വളരില്ല. ഒരു ബി ടീമായിട്ട് CPMന്റെ ബി ടീമായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത് പലപ്പോഴും പല നേതാക്കന്മാർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇതേ സമയം തന്നെ D രാജ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നമ്മൾ ഓർക്കേണ്ടതാണ്, ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഐക്യപ്പെടേണ്ടതുണ്ട്, ലയിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം അത് നേരത്തെ തന്നെ CPIക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് പക്ഷെ CPM അംഗീകരിക്കാത്തതിന് ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് പാർട്ടിയുടെ ആസ്ഥാനങ്ങൾ, അതിന്റെ ആസ്തികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ള പ്രശ്നം. രണ്ടാമത്തെ പാർട്ടിയുടെ പേര്. ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ EMSന്റെ കാലം മുതൽ തന്നെ CPI ഉന്നയിക്കുന്ന ഈ ഒരു ആവശ്യത്തോട് വളരെ തികച്ചും പ്രതികൂലമായിട്ട് നിലപാടാണ് CPM നേതാക്കന്മാർ എടുത്തിരുന്നത്. കാരണം അവർക്ക് CPI എന്ന പേര്, പഴയ പാർട്ടിയുടെ പേര് CPI ആണല്ലോ, CPI എന്ന പേര് അംഗീകരിച്ചു കഴിഞ്ഞാൽ CPM ഇല്ലാതാവുന്നു, CPIയിലേക്ക് CPM ലയിക്കുന്നു എന്നുള്ള പ്രശ്നം വരും. രണ്ടാമത്തെ കാര്യം, ഈ ആസ്തിയുടെ കാര്യത്തിൽ CPMനുള്ളതിന്റെ വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് CPIക്ക് ഉള്ളത്. അപ്പൊ ഇതെല്ലാം കൂടി പോകുന്നൊരു പ്രശ്നം വരുന്നു. നേതാക്കന്മാർ, CPIയുടെ നേതാക്കന്മാർ CPM നേതാക്കന്മാരായിട്ട് അല്ലെങ്കിൽ പാർട്ടി ലയിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരായിട്ട് വരുന്നുള്ള പ്രശ്നം. അപ്പൊ അതുകൊണ്ട് അതിപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ അങ്ങനെ ഇല്ലെങ്കിൽ പോലും പാർട്ടിയുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് പാർട്ടിയുടെ അടിത്തറ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ആവശ്യം വളരെ ശക്തമായിട്ടുണ്ട്. ഭരണത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഭരണത്തിലെ തെറ്റായ കാര്യങ്ങളെ ശക്തമായിട്ട് എതിർക്കുക എന്നുള്ള ആവശ്യം അത് പാർട്ടിയുടെ അണികൾക്കിടയിൽ ശക്തമായിട്ട് വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ. സജീവ് പറഞ്ഞതുപോലെ പ്രതിനിധികൾക്കിടയിൽ ഇങ്ങനത്തെ ഒരു മനോഭാവത്തിലേക്ക് മാറുന്നുണ്ടെങ്കിൽ പോലും ഈ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇത് മാറേണ്ടതുണ്ടല്ലോ. കാരണം ഈ മുഖ്യമന്ത്രിക്ക് മുന്നിൽ CPI നേതൃത്വം ഭവ്യതയോടെ നിൽക്കുകയാണ് എന്നുള്ള രൂക്ഷ വിമർശനമൊക്കെ ഇന്നലെ പ്രതിനിധികൾ ഉന്നയിക്കുന്നുണ്ട്. എത്രത്തോളം ഈ മുതിർന്ന നേതാക്കൾക്ക് ഇതിൽ നിന്നും ചട്ടക്കൂടിൽ നിന്നും പുറത്തു വരാൻ കഴിയും? അല്ല, അത് ഓരോ നേതാവിന്റെയും വ്യക്തിത്വം അനുസരിച്ചാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിളിയം ഭാർഗവൻ വളരെ രൂക്ഷമായ രൂപത്തിൽ, നമുക്കറിയാമല്ലോ, പണ്ടൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് 1991 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIയുടെ മണ്ഡലം, CPIയുടെ കൈവശം ഉണ്ടായിരുന്ന പൊന്നാനി മണ്ഡലം, കൈവശം എന്ന് പറഞ്ഞാൽ അവർ മത്സരിച്ചിരുന്ന മണ്ഡലം, ആ മണ്ഡലത്തിൽ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അത് വളരെ രൂക്ഷമായ വിമർശനമാണ് CPIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. വിളിയം ഭാർഗവൻ ഒരു എതിർ പാർട്ടി, വിരോധത്തിലുള്ളൊരു പാർട്ടി നേതാവ് പറയുന്ന രീതിയിൽ അതിരൂക്ഷമായ രൂപത്തിലാണ് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെതിരെ പ്രതികരിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പക്ഷെ അത് കോംപ്രമൈസ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം വേറെ ഒന്ന്, വയനാട് മണ്ഡലം കൊടുത്തുകൊണ്ട് കോംപ്രമൈസ് ചെയ്തിരുന്നു. പക്ഷേ അക്കാലത്ത് ഓരോ ഘട്ടത്തിലും വെളിയമൊക്കെ പാർട്ടി സെക്രട്ടറി ആയ സമയത്ത് തെറ്റ് എന്ന് തോന്നുന്ന എല്ലാറ്റിനെയും വളരെ രൂക്ഷമായിട്ട് തന്നെ വിമർശിച്ചിരുന്നു. പിന്നീട് ആ മാറ്റം വരുന്നത് കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആയിട്ട് കുറച്ച് കഴിയുമ്പോഴാണ്. അദ്ദേഹം ആദ്യഘട്ടത്തിലൊക്കെ രൂക്ഷമായ നിലപാട് എടുത്തിരുന്നെങ്കിൽ പോലും, ശക്തമായ നിലപാട് എടുത്തിരുന്നെങ്കിൽ പോലും പിന്നീട് അദ്ദേഹം വളരെ കോംപ്രമൈസ് ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നു. ബിനോയ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഓരോ പ്രശ്നത്തിലും ബിനോയുടെ നിലപാട് പാർട്ടി CPMന്റെ ഒരു ബി ടീമാണെന്നോ തോന്നുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത്. അത് വ്യക്തികളുടെ നിലപാടാണ്. അത് പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ പാർട്ടി സമ്മേളനങ്ങൾ കർക്കശമായിട്ട് നിലപാടെടുത്ത് തീരുമാനം എടുത്തിട്ട് പോവുകയാണെങ്കിൽ കുറെ കൂടി മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ
സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.